നോമ്പ് സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവ് 6:1 കണ്ണിനെ സൂക്ഷിക്കൽ. രണ്ടാമത്തത് ഹിഫ്ളുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കലാണ്. വഹിഫ്ളുൽ ഉദനി, ചെവിയെ സൂക്ഷിക്കലാണ്. നാവ് കൊണ്ട് അനാവശ്യ വർത്തമാനങ്ങളെ പറയാതെ, ചെവി കൊണ്ട് അനാവശ്യങ്ങൾ കേൾക്കാതെ റമദാനിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോമ്പ് കബൂലിയത്താണ് എന്ന് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹ് തീർന്നില്ല. നാലാമതായി മഹാനുഭാവനെ പറയുകയാണ്, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. നാലാമതായി എല്ലാ അവയവങ്ങളും, അവന്റെ കണ്ണ് മാത്രമല്ല, കാത് മാത്രമല്ല, അവന്റെ നാവ് മാത്രമല്ല, അവന്റെ കൈയും കാലും ഉൾപ്പെടെ അള്ളാഹുവിലേക്ക് തിരിക്കലാണ്, ഹറാമിലേക്ക് കൊണ്ടുപോകാതിരിക്കലാണ്. എല്ലാ അവയവങ്ങളും സൂക്ഷിക്കുക. കൈ കൊണ്ടൊരാവശ്യമില്ലാത്തതിലേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമുസ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്ത ത്വരീഖ് ലാ യുൻകിറു അഹദൻ വലാ യുഗയ്യിറുഹു. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ. പകല് സ്ത്രീകൾ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെടുമ്പോഴും അതിനെ എതിർക്കാൻ ഒരാളും കടന്നു വരാത്ത സാഹചര്യത്തിലേക്ക് ഈ ലോകമെന്നെത്തുന്നു. ആ സമയത്താണ് ലോകം അവസാനിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു. തെറ്റ് കാണുമ്പോൾ അത് കൺമുന്നിൽ കണ്ടാൽ എതിർക്കാൻ ഒരാൾ പോലും കടന്നു വരാത്ത സാഹചര്യം ഉണ്ടാകുമേ. ആ സാഹചര്യത്തിലാണ് ലോകാവസാനം ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കും, നമ്മൾ എന്തിനേ തിയേറ്ററിലോട്ട് അവിടെ ഇവിടെയൊക്കെ പോക്കന്നെ, അതന്നെ നമ്മൾക്ക് വേണ്ടാന്ന് വെക്കണമല്ലോ, എന്നാൽ തന്നെ റാഹത്തല്ലേ. ഇതൊക്കെ ദീനുള്ളവർ പറയുമ്പോൾ അവർക്കെതിരെ ഉറഞ്ഞു തുള്ളാണ്. ദീനുള്ളവർ പറയാം അവിടെ തിയേറ്ററിൽ പോകരുതേ. അപ്പോൾ ഞങ്ങൾ പോയി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, നിങ്ങളും മാന്യമായ വസ്ത്രം ധരിക്കണം, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾ മാറൊക്കെ തുറന്നിട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇടും, ഞങ്ങൾ അതിടുന്നു പറയും. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു പെണ്ണ് പിന്നെ ഇളകിയിട്ടുണ്ട്. ഇത് മുസ്ലിമീങ്ങളോട് പറയുന്ന വിഷയമാണ്, ദീനുള്ളവരോട് പറയാണ്. മുസ്ലിമായ ഏതെങ്കിലും ഒരു സഹോദരി കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ഈ ഖുർആനിൻ്റെ കൽപ്പന. ഇതാരും കുമ്മന ഉസ്താദിൻ്റെ കൽപ്പനയല്ല, ഏതെങ്കിലും പണ്ഡിതന്മാരുടെ കൽപ്പനയല്ല, പ്രവാചകരുടെ കൽപ്പന മാത്രമല്ല, ഖുർആനിൻ്റെ കൽപ്പനയാണ്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, അതല്ലേ ദീനി ദഅവത്ത്, നമ്മുടെ ജോലിയാണത്. അത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ നമുക്ക് അനുകൂലമായിട്ടുണ്ടോ ആ അനുകൂലമായ സംവിധാനങ്ങൾ നിന്നുകൊണ്ട് തന്നെ പ്രബോധനം നടത്തും. ഇന്ത്യ അങ്ങനെയാണ്, ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടമുള്ള മതത്തിൽ ആർക്കും വിശ്വസിക്കാം, അതോടൊപ്പം തന്നെ ആ മതം പ്രബോധനവും നടത്താം. അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, നിയമമാണ്. അതിനാരും കടത്തിക്കൂട്ടണ്ട, അതിനാരും എതിർക്കും വേണ്ട. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളവൻ എടുത്തോട്ടെ, ആവശ്യമില്ലാത്തവൻ ഒഴിവാക്കട്ടെ, അവിശ്വസിക്കട്ടെ. അതാണ് ഖുർആന്റെ തത്വം. അവിശ്വസിക്കുന്നവൻ അതിനനുസരിച്ചുള്ള ശിക്ഷകൾ ഉണ്ടാകും, വിശ്വസിക്കുന്നവൻ അതിനനുസരിച്ചുള്ള പ്രതിഫലവും ഉണ്ടാകും. അതാണ് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്, നാലാമതായി ഹിഫ്ളുൽ അഅ്ളാ, ശരീരത്തിലെ സർവ്വ അവയവങ്ങളും കൂച്ചുവിലങ്ങടങ്ങണേ. എല്ലാ അവയവങ്ങളും കൂച്ചുവിലങ്ങടങ്ങണം. ചുമ്മാ കൈകൊണ്ട് അതും ഇതൊക്കെ പിടിക്കാൻ നിൽക്കണ്ട. നീ ബസ്സിൽ കയറുമ്പോൾ ചിലർക്കൊണ്ട് പരിപാടി, ആരും എതിർക്കൂലല്ലോ. ഇപ്പം എല്ലാവരും എന്താ പരിപാടി? ഇപ്പം സ്ത്രീകളാണെങ്കിലും ആരെങ്കിലും ഒരുത്തനിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മിണ്ടൂല. കാരണം എന്താ, ഇനിയിപ്പോൾ അതൊരു വിഷയമാക്കി ആൾക്കാർക്കിടയിൽ നിന്ന് അനങ്ങായിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു റാഹത്ത് സുഖം പരിപാടി, അവിടം വരെ ആലിപ്പുഴ വരെ എത്തുകയും ചെയ്യുക, എല്ലാ പരിപാടിയും കഴിഞ്ഞ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും നിന്നു കൊടുക്കരുത്. പ്രതികരിച്ച ഒരു പെണ്ണിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് കണ്ടു യൂട്യൂബിൽ. നല്ലപോലെ പ്രതികരിച്ച് അങ്ങോട്ട് തിരിച്ചു നിന്നിട്ടു. നല്ല ഒച്ചയും പോലെ കാരണം കുറ്റിക്ക് ഒരു അടിയും കൊടുത്തിട്ടുണ്ട്. വല്ലാതെ വൈറലായിരുന്നു അത്, ആ വീഡിയോ. അടിക്കൊടിക്കും, എന്നാലും പ്രതികരിക്കാതിരുന്ന ഒരു വിഷയം. നമ്മളെ പരിപാടി എന്താ, മാറി നിന്നിട്ട് അന്യ പെണ്ണിനടുത്തോട്ട് വിളിക്കുന്ന ഉടനെ ഫേസ്ബുക്ക് എടുക്കുക, പതുക്കെ ലൈവ് ചെയ്തേക്കുക, ഇല്ലെങ്കിൽ പതുക്കെ റെക്കോർഡ് ചെയ്യുക, പിന്നെ ഒരാഴ്ച കുളിമുറി ഇതും നോക്കിയിരിക്കുക റാഹത്തായിട്ട്. ഇതാ പരിപാടി. ഹൈവാന്മാർ പ്രതികരണം ഇല്ല.
ഞാൻ വെറുതെ പറയല്ല, ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, ഇവിടെ നിന്നെങ്കിലും എടുത്തിട്ട് മാറി നിന്ന് ഒളിച്ചു തൊട്ട് ഇങ്ങനെ ക്യാമറ വെച്ച് പിടിക്കുക, സ്വന്തം പെങ്ങളപ്പുറത്ത് ഒരുത്തൻ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ തൊട്ടി അതിങ്ങനെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയിരുന്നു ഇത് നോക്കുക, ഇത് കൊള്ളാമല്ലോ, നാളെ വേറെ ബസ്സിൽ കയറി നോക്കണം. ഇതാ പരിപാടി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെ മാറണ സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നമൻ വളയദഹു വലമറആ ലാ തഹില്ലു ലഹു ബിശഹ്വാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ വിവാഹ ജീവിതത്തിലൂടെ ഹലാലാക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണിലേക്ക്, അന്യരാകുന്ന പെണ്ണിലേക്ക് ഒരു പരപുരുഷൻ അവന്റെ കൈയൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഹറാമായ വിചാരത്തോടു കൂടിയാണ് നീ െങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിലേക്ക് നീ കടന്നു വരുന്നതാണ്, പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നീ എത്തുന്നതാണ്. ഏത് നിലക്കെന്നറിയുമോ? ഈ ദുനിയാവിലെ തിയേറ്ററിനുള്ളിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊട്ടവനാകട്ടെ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഏത് വ്യക്തി ആയിരുന്നാലും ഇസ്ലാമിന്റെ ആശയമാണ് പറയുന്നത്. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ രണ്ട് കൈകളും അവന്റെ പെരടിയിലേക്ക് വെച്ചുകൊണ്ട് ചങ്ങലക്കിട്ടുകൊണ്ട് കെട്ടുകയാണ്. നടക്കാൻ കഴിയുന്നില്ല, കാലുകൾ ചങ്ങല വീണിരിക്കുകയാണ്. ഉന്തിത്തള്ളി അവനെ മഹ്ശറിലേക്ക് കൊണ്ടുവരുമ്പോ ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കും, ഇവനാണ് പെണ്ണുപിടിയവൻ, ഇവൻ അന്യ പെണ്ണിന്റെ കരനമലമായി നിർത്തിയവനാണ്, അന്യ പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചവനാണ്, അന്യ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടവനാണ്. അതുകൊണ്ടാണ് ഇവന്റെ രണ്ട് കൈകളെയും പെരടിയിൽ വെച്ചുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. എങ്ങനെ? ഈ കൈ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇവിടെ കെട്ടുക, ദുനിയാവ് വെച്ച് ചങ്ങല ഇട്ട്, എന്നിട്ട് ചിലപ്പോൾ എന്താണ് പത്രമൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടൊക്കെ ട്രെയിനിലോട്ടൊക്കെ കയറുന്നവന്മാരുണ്ട്. സംഭവം എന്തോ പോലീസിന് എസ്കോർട്ട് പോകുന്നവരെ ഭയങ്കര വലിയ എന്നിട്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ വലിയ വർത്തമാനം, എന്നിട്ട് സാറേ സുഖം നമുക്ക് ഉഴുന്നുവടയൊക്കെ കഴിച്ചോളൂ സാറ്, അവനെ മിണ്ടാവാടാ എന്ന് പറയും പോലീസുകാരെ. നമ്മളെ കണ്ടുകൊണ്ട് വലിയ ശരി, കാരണം സംഭവം ചങ്ങല അടപ്പുണ്ട്, ഇത് കാണിക്കാതെ ഒരു പത്രമൊക്കെ വെച്ച് മറച്ചിട്ട് നമ്മൾ പിടിവിട്ടാ പുള്ളിയൊന്നും അല്ലേ, നമ്മൾ സാധാ സാറുമായിട്ടൊക്കെ ചുമ്മാ വർത്താനം പറഞ്ഞ് പോകാമെന്ന് അറിയിക്കാൻ വേണ്ടി സംഭവം അങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നവന്മാരുണ്ടോ? നാളെ പരിപാടിയൊന്നുമില്ല, രണ്ട് കൈ ഇങ്ങനെ കെട്ടുന്ന എവിടെയാ? പെരടി വെച്ചാൽ കെട്ടുക, ഇങ്ങനെ നടക്കുക. വല്ല രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. മലക്കുകൾ ഉന്തിത്തള്ളി കൊണ്ട് കൊണ്ടുപോവാൻ. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയദുഹു മഗ്ലൂലത്തുൻ ഇലാ ഉരുഖിഹി, ഏത് കൈ കൊണ്ടാണ് അന്യ പെണ്ണിലേക്ക് പിടിച്ചത്, വല്ലാഹി സുമ്മ വല്ലാഹി, ആ കൈകൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് കെട്ടിയിട്ടുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പിരടിയിൽ വെച്ച് ബന്ധിക്കും, എന്നിട്ടാണ് കൊണ്ടുവരിക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫൈന ഖബ്ബലഹാ ഖുരിളത് ശഫതാഹു ബിമിഖറദിൻ നാർ. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണിനെ എങ്ങാണം നീ ഒരു ചുംബനം നൽകിയിട്ടുണ്ടെങ്കിൽ, പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുസാദയുടെ വാതിന് വേണ്ടി പോയപ്പോ തന്റെ പ്രിയപ്പെട്ട കാമുകയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടോ, അല്ലെങ്കിൽ കാമുകിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നിട്ടോ ഒരു ചുംബനം നീ നൽകിയിട്ടുണ്ടെങ്കിൽ, വീടിന്റെ പിന്നാമ്പുറത്തെ കതക് ഏതെങ്കിലും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനുമായി ചുംബനം കൊടുക്കുന്ന പെങ്ങളുണ്ടോ? പഠിച്ചു വെക്കണേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു സുന്ദരിയായ പെണ്ണിനെ തേടിപ്പോയി അവരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ ഛർദ്ദിക്കണേ, കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇൻ ഖബ്ബലഹാ, അവനെങ്ങാനും അറിയാതെയാണ് ചുംബിച്ചതെങ്കിൽ തന്നെ, അന്യ പെണ്ണിനെ ചുംബിച്ചിട്ടുണ്ടോ, ഖുരിളത് ശഫതാഹു ബിമിഖറദിൻ നാർ, 3000 കൊല്ലം നരകത്തിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചെടുത്ത കത്രിയുണ്ട്, ചൂടാക്കിയ കത്രിയുണ്ട്. ഒന്നല്ല രണ്ടല്ല 1000 കൊല്ലമല്ല, 3000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ചതാകുന്ന, നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കി പഠിപ്പിച്ചെടുത്തതാകുന്ന കത്രി കൊണ്ടവന്റെ ചുണ്ടിനെ വലിച്ചെടുത്തിട്ട്
അതങ്ങോട്ട് മുറിച്ച് മുറിച്ച് മാറ്റുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈൻ ഖബ്ബലഹാ ഖുരിളത് ശഫതാഹു ബിമഖറലിൻ നാർ. ലിഫ്റ്റിറ്റുകൊണ്ട് നീ ചോപ്പിച്ചതായ നിന്റെ മനോഹരമായ രണ്ട് ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഇങ്ങോട്ട് വലിച്ചു നിർത്തിട്ട് ചുണ്ടങ്ങോട്ട് മുറിച്ചു മാറ്റുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ചെറിയ വിഷയമല്ല, കൈകൊണ്ടൊന്നും തൊടാൻ നിൽക്കണ്ട, സൂക്ഷിച്ചോളി. എന്ത് സുഖം കിട്ടുക? ഒരു സുഖമില്ലല്ലോ. ചുമ്മാ ഇങ്ങനെ തലോടിയിട്ട് ബസ്സിലൂടെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒപ്പ് വെച്ചിട്ട് പോവുക, ഒരു കാര്യമില്ല. വല്ലി ഇതൊക്കെ വലിയ ഇടങ്ങേറാവും. നാളെ മഹ്ശറ വരുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ കെട്ടിയേക്കുക. എന്താ സംഭവം? അതിൻ്റെ സംഭവമാണ്. എല്ലാവർക്കും അറിയാം, ആളുകളൊക്കെ മനസ്സിലാക്കാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം. നാലാമത്തതായി മൊത്തത്തിൽ ടോട്ടൽ അതിൽ പെടുത്തി ആര്? ഇമാം ഗസാലി തങ്ങൾ. ഒന്നേതായിരുന്നു? കണ്ണ്. രണ്ടാമത്തേതേതാ? നാവ്. മൂന്നാമത്തത് ചെവി. എന്നിട്ട് നാലാമത്തത് അദ്ദേഹം പറഞ്ഞു ശരീരത്തിന്റെ സർവ്വയവങ്ങളും സൂക്ഷിക്കണം. അങ്ങനെയാണ്. എങ്കിലേ എന്തുള്ളൂ? നോമ്പ് സ്വീകാര്യതയുള്ളൂ. അതന്നെ പ്രവാചകർ അത് തന്നെയല്ലേ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മല്ലം യദാ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദാ തുആമഹു വശറാബാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ അനാവശ്യ സംസാരങ്ങളെ തൊട്ട് അവന്റെ നാവിനെ സൂക്ഷിച്ചില്ലയോ, അനാവശ്യ പ്രവർത്തനങ്ങളെ തൊട്ട് ശരീരത്തിന്റെ അവയവങ്ങളെ കാത്ത് സംരക്ഷിച്ചില്ലയോ, അവൻ്റെതാകുന്ന നോമ്പ് അല്ലാഹുക്ക് വേണ്ട. ഫലൈസ ലില്ലാഹി ഹാജ ഫി അയ്യദാ തുആമഹു വശറാബാ. പകൽ മുഴുവനും പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് പിടിക്കുന്നതിൽ അല്ലാഹുക്ക് ആവശ്യമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഞാൻ നോമ്പ് പിടിച്ചല്ലോ, ആർക്ക് വേണം നിന്റെ നോമ്പ്? സിനിമ കണ്ടുകൊണ്ടിരിക്കല്ലേ ഹവാനെ? ആർക്ക് വേണം നിന്റെ നോമ്പ്? സീരിയലിന് അടിമയല്ലേ? ആർക്ക് വേണം? അല്ലാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് ആ പഴയയിലേക്ക് അവൻ്റെ പൊയ്ക്കോളയും തീവയൊക്കെ എടുത്ത് മാറ്റിയും കൊണ്ട് വെക്ക്. എന്നിട്ട് അമലിന് വേണ്ടി നിൽക്ക്. കണ്ണും കാതും കൈകാലുകളും ഒക്കെ കൂച്ചുവിലും കിടങ്ങ്. അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഒരൊറ്റ നോമ്പെങ്കിലും നമുക്കങ്ങനെ പറയാനുണ്ടോ? അങ്ങനെ പറയാനുണ്ടോ? ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളെയും കൂച്ചുവിലങ്ങിട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത് പറയാനുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലെങ്കിലും എന്തെങ്കിലുമൊക്കെ പടം കണ്ടുകൊണ്ടിരിക്കും. കൊള്ളാമല്ലോ, നല്ല റാഹത്ത്. ഇതാണ് നമ്മുടെ സമൂഹം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന് പറ്റുന്ന നിലയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും വന്നു. എന്താണ് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ധാരാളമുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. എന്താണ് അതിൽ ചർച്ച ചെയ്യുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഇൽമിയായ ചർച്ചകളുണ്ടോ? കുടുംബത്തിന് ഒരുപാട് പേർക്കുണ്ട് ഗ്രൂപ്പ്. പല കുടുംബത്തിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളാണ്. ഒക്കെ രാവിലെ കഴിച്ച പൊറോട്ടയും വൈകിട്ട് കഴിക്കാൻ പോകുന്ന കുഴിമന്തിയെക്കുറിച്ചുള്ള ചർച്ച. താസായി പോകണ്ടേ, താഫിൽ പോകണ്ടേ, അല്ലെങ്കിൽ അവിടെ പോകണ്ടേ, ഹലായിസി പോകണ്ടേ, ഇങ്ങനെ ഓരോ ഹോട്ടലിനെ കുറിച്ചുള്ള ഫുഡും അവിടെ കഴിച്ചതും ബീച്ചിൽ പോയതും ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുക. കുഴിമന്തി കഴിച്ചതും നാളെ കുഴിമാന്താൻ പോകുന്നതും കഴിഞ്ഞ ദിവസം മരിച്ചവൻ്റെ കുഴി മാന്തിയതും ഇതൊക്കെയാണ് ചർച്ച. വേറൊന്നുമില്ല. ഒരു ദീനിയായ ചർച്ച എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയല്ലേ, നമുക്ക് എന്ത് ഹൈറുണ്ട് ഇതിലൂടെ? നമ്മൾ ചിന്തിക്കണം. എന്നാൽ എത്രയോ അറിവുകൾ കിട്ടുന്ന എത്രയോ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളുണ്ട്. അതിലാരെങ്കിലും നമ്മളൊക്കെ പങ്കാളികളായിട്ടുണ്ടോ? എത്ര ഗ്രൂപ്പുകളുണ്ട്? ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടോ? ഇൽമു പഠിക്കുന്നവരുണ്ടോ? റമളാനൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വഅദ് കേൾക്കണം. അംബാനി മാമൻ തന്ന ജിയോ സിം വന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തണ്ടേ? 2GB കിടക്കാണ്, റാഹത്തായ നിലയിൽ ഇത് ഉപയോഗിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിക്കണം. ഇൽമു കേൾക്കട്ടെ. യൂട്യൂബിൽ കയറി എത്രയോ ഇൽമു കേൾക്കാൻ പറ്റും. പ്രഭാഷണങ്ങൾ അടിച്ച് കേൾക്കും. നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തതിൻ്റെ ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ സുബ്ഹാനല്ലാഹ് വാപ്പ ബോധം കെട്ടി വീഴും. മകൻ സെർച്ച് ചെയ്ത് നോക്കിയാലും. കാരണം ആ രീതിക്കുള്ള സെർച്ചിങ്ങാണ് ഇവ നടത്തിയിരിക്കുന്നത്. സകല WWXും എസും ഒക്കെ അടിച്ചിട്ടുണ്ടാവും. സംഭവം വേറൊന്നുമില്ല. ഹൈറായതിലേക്ക് അവൻ പോയിട്ട് പോലുമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറയണ്ടേ, ഇത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ മക്കൾ സാലിഹീങ്ങളാകണ്ടേ?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഞ്ചാമത്തെ കാര്യം നോമ്പ് കബൂലായതെന്നുള്ളതിന് ഏറ്റവും വലിയ അഞ്ചാമത്തെ കാര്യം ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അല്ലാ യതകസ്സറ മിന തുആമിൽ ഹലാലി വ ഇൻദൽ ഇഫ്താർ. ഹലാലായ ഭക്ഷണം തന്നെ അധികമായി കഴിക്കരുത്. നോമ്പ് തുറക്കുന്ന സമയത്ത് അധികമായി കഴിക്കരുത്. അത് നോമ്പ് കബൂലിയത്തിന്റെ മനസ്സിലാക്കലാണ്, കബൂലിയത്തിൻ്റെതാകുന്ന മനസ്സിലാക്കലാണ്. ഒരു വ്യക്തിയുടെ നോമ്പ് കബൂല എന്നുള്ളതിലും അവൻ്റെ നോമ്പ് തുറക്കൽ കണ്ടാൽ മതി. സംഭവം അടുത്തിരിക്കുന്നവൻ്റെ ആദ്യം തന്നെ ഇരിക്കുന്നതിൻ്റെ എങ്ങനെയാണ്, പള്ളിയിൽ ചെന്ന അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, കോളം നോക്കും, അവിടെ ഇരുന്നാൽ ശരിയാത്തില്ല. ഹാജിയാർ തിന്നാൾ പോയിരുന്നിട്ട് അയാൾ 3 ഈത്തപ്പഴം നമ്മളടിച്ച് മാറ്റിയതാണ്, ഫസ്റ്റ് സൈസാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കും, വലത്തോട്ട് നോക്കും, അല്ല അവൻ്റെ പിള്ളേരുടെ അടുത്ത് പോയിരിക്കുക. അതാകുമ്പോൾ അമ്മമാർ അങ്ങോട്ട് നോക്കും, അവിടെ നോക്കടാന്ന് പറയും. അമ്മമാർ അങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ ഈത്തപ്പഴം ഒരെണ്ണം എടുത്ത്, എന്നിട്ട് അമ്മമാർ ഇങ്ങോട്ട് നോക്കി, എൻ്റെ ഈത്തപ്പഴം കണ്ട എവിടെ ഓടാ ഇടുന്നു. ഇവിടെ ദ്വാരക്കുന്നതിന് മുമ്പുള്ള പരിപാടി ഇതാ, മകരും വാങ്ങ് വിളിക്കാറായി, അതിനു മുമ്പ് ആചാര പരിപാടി ഇതാ, ഒരു ഈത്തപ്പഴം അവൻ്റെ കട്ടെടുത്ത്, അതുകൊണ്ട് നോമ്പ് പോയില്ലേ. സംഭവം എന്നിട്ട് പറയും, ദാണ്ട അവനും വല്ല എടുത്തേ ഇരിക്കുന്നത്, അവൻ്റെ ഇരിക്കുന്നുണ്ടെന്ന് എന്ന് പറയും. എന്നാൽ അവനുമായിട്ട് വഴക്കായി തന്നെ. അവന് വീണ്ടും വഴക്കിന് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വേറൊരു മുന്തിരിയുടെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നു, അത് പിന്നെ എടുത്ത് പോകുന്നു. തന്നെ പരിപാടി നമ്മൾ തമാശിക്കുന്നതാണ്, പക്ഷെ ഇത് മതി. അല്ലാ യതകസ്സറ മിന തുആമിൽ ഹലാലി വഖ്തൽ ഇഫ്താർ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഹലാലായ ഭക്ഷണമായിരുന്നാൽ തന്നെ അധികമായി കഴിക്കരുത് കേട്ടോ. കഴിച്ചാൽ നിന്റെ നോമ്പ് സ്വീകരിച്ചില്ല എന്നുള്ളതിന് തെളിവാണ്. ഹലാലായ ഭക്ഷണം എന്ന് എടുത്തു പറഞ്ഞത്, ഹറാമല്ല. അപ്പം അതുകൊണ്ട് തന്നെ പല ഭക്ഷണങ്ങളും പോയി. ഏതാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, പല ഭക്ഷണങ്ങൾ അതിൽ നിന്ന് തന്നെ പോയി. നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടി പലരും നമ്മളെ ക്ഷണിക്കും. അത് ഹലാലായ ഭക്ഷണമാണെന്ന് നോക്കിയിട്ട് മതി പോയി കഴിക്കുന്നത്. പലിശയുമായി ബന്ധപ്പെട്ട അവിടെ ഇവിടെയൊക്കെയുള്ള ഹിജാരൊക്കെ ഉണ്ടാവും, അതൊന്നും നമ്മൾ പോയി കഴിക്കാൻ നിൽക്കണ്ട, നമ്മുടെ നോമ്പ് നശിക്കും. നോമ്പ് തുറ നിൽക്കാനെന്ന് പറഞ്ഞാൽ അവിടെ നല്ല സൂപ്പർ ഫുഡാണ്, ഭയങ്കരമാണ് സംഭവം എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നും അപ്പം കഞ്ഞിയും പയറാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ജീവിതം റാഹത്താകണം. അമലിന് മുഖരിതമാകാനും അമലിന് വിമുഖത ഉണ്ടാകാൻ പാടില്ല, തടസ്സം ഉണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. റമദാനിലേക്ക് ഇത് പ്രത്യേകമായി നമ്മൾ ഗവനിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം, റമദാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇങ്ങനെ ദുആഇന് ഇജാബത്തുള്ളൂ. ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് നീ റബ്ബിലേക്ക് ദുആ ചെയ്താൽ അന്നാ യുസ്തജാബ്, എങ്ങനെ ദുആയിരക്കും, എങ്ങനെ ദുആയ്ക്ക് ഉത്തരം കിട്ടും? ഉത്തരം കിട്ടൂല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഹലാലായ ഭക്ഷണം പോലും നീ അധികം കഴിക്കരുതേ. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി വൈകിട്ട് എന്തൊക്കെയാണ് അടിക്കുന്നത്? കിട്ടുന്നത് മുഴുവനും ഇടിയപ്പം, മൊറോട്ടി, പത്തിരിയപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മുട്ടോസ്, കിഴങ്ങ്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയം, പോളി, അപ്പട പോളി എല്ലാം അടിച്ച് മാറ്റി അടിക്കുക. എന്തൊക്കെ കിട്ടുന്ന സമൂസ ഒക്കെ അങ്ങ് എടുക്കാൻ, എല്ലാം എടുക്കുക, എല്ലാം ഇങ്ങ് പോരട്ടെ, ഒരെണ്ണം പോലും ഒഴിവില്ല. എന്നിട്ട് പിന്നെയും ക്യാൻറ്റീനിന് അവിടെ പോയി നിൽക്കുക. എന്താ സംഭവം? ചായ ഇച്ചിരി കൂടെ ഇങ്ങ് തന്നേ കേട്ടോ, ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണ്ട, ആ ചായ ഒരു 3 ഗ്ലാസ് കൂടെ കുടിച്ചിട്ട് എന്തിനാണ്? എന്നിട്ട് അവസാനത്തെ റക്കാത്ത് ഇമാമ് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട്, സലാം വീട്ടി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്നിരുന്ന് ഇവിടെ ഇരിക്കുക. സംഭവം അങ്ങോട്ട് കയറിയിട്ട് തന്നെ ഇല്ല. സംഭവം ഒരു റക്കാത്ത് ഇനിയും ഉണ്ട്, ഒരു റക്കാത്ത് ലാസ്റ്റത്തെ റക്കാത്തിലാണ് വന്നത്. എന്നാലും ബാക്കി 2 റക്കാത്തൊക്കെ പിന്നെ തറാവീൻ്റെ കൂട്ടത്തിൽ നിൽക്കരിക്കുക. അത്തഹിയ്യാത്ത് വേഗം റെഡി ആയിട്ടിരിക്കുക, വേഗം പോകണം, ഇത് കിട്ടണം, ഫുഡ് കിട്ടണം. ഇങ്ങനെ നമ്മൾ വയറ് നിറച്ച് കഴിക്കരുതേ. എപ്പോഴാണ് പിന്നെ കഴിക്കേണ്ട ഉസ്താദെ? നോമ്പ് പിടിച്ചല്ലേ? കഴിച്ചോ, തറാവീന് ശേഷം കഴിച്ചോ. അതാണ് കബൂലിയത്തിൻ്റെ ലക്ഷണം. ഭക്ഷണം കഴിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമായി ജീവിച്ചവരല്ല, അത് മനസ്സിലാക്കണം. അതിനുവേണ്ടി ഒരു ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഒരു ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടി ഒരു ആയത്ത് ഓതിത്തരാം. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ ദുന്യാവിലേക്ക് അള്ളാഹു കൊണ്ടുവന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയതാകുന്ന ഓരോ അവയവങ്ങളെയും എടുത്ത് അള്ളാഹു ചർച്ച ചെയ്തു. അവന് നാം അത് നൽകിയില്ലേ, ഇത് നൽകിയില്ലേ എന്ന് അള്ളാഹു പറഞ്ഞു. അള്ളാഹു പറഞ്ഞ 2-3 കാര്യങ്ങൾ ഇതൊക്കെയാണ്. കേട്ടോളി, ഇതൊക്കെ ഖുർആൻ ചോദിക്കാം. بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ, അവനെ നാം മനോഹരമായ 2 കണ്ണുകളെ സമ്മാനിച്ചില്ലയോ, വലിസാനൻ, ഒരു നാവിനെ നൽകിയില്ലയോ, വശഫതൈൻ, മനോഹരമായ 2 ചുണ്ടുകളെ നൽകിയില്ലയോ. 3 കാര്യങ്ങൾ അല്ലാഹു എടുത്തു ചോദിച്ചു. ഒന്ന് 2 കണ്ണ്, പിന്നൊന്ന് നാവ്, പിന്നൊന്ന് ചുണ്ട്. എന്നാ ഈ ചുണ്ടും നാവും പറഞ്ഞപ്പോൾ അതിനിടയിലുള്ള പല്ല് പറയായിരുന്നു. പല്ല് വലിയൊരു സംഭവമാണ്, പക്ഷെ പല്ല് അല്ലാഹു പറഞ്ഞില്ല. കാരണം എന്താ? അതല്ല ഫുഡ് കഴിക്കാനല്ല നിയ്യത്ത്, അതല്ല മനുഷ്യന്റെ നിയ്യത്ത്. പിന്നെന്താ? ഈ നാവും ഈ കണ്ണുകൊണ്ട് അല്ലാഹു ഈ ദുന്യാവിൽ കാണിച്ച ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കണ്ട് മനസ്സിലാക്കി ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചുകൊണ്ട് ഈ നാവും ഈ ചുണ്ടും ചലിപ്പിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലുക. അതാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് നിന്നെ പടച്ചത്. നിന്നെ നല്ല ലോകത്തുള്ള എല്ലാവരും പടച്ചെങ്ങനെയാണ്? മനുഷ്യ ജിന്ന വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ പടച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും മനുഷ്യനെയും ജിന്നിനെയും മാത്രമേ അള്ളാഹ്ക്ക് ആരാധിക്കാൻ പഠിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളതും അങ്ങനെയൊന്നുമല്ല. എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് കുല്ലു ഖദ് അലിമ സ്വലാതഹു വതസ്ബീഹാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇറക്കി കൊടുത്ത ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ നബിയേ, അവിടുന്ന് നോക്കുന്നില്ലയോ, പഠിക്കുന്നില്ലയോ? അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവരും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നവരാണ്.